ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ഇറ്റ്സ് മീ അനാമിക. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്ലസ് ടുക്കാർക്ക് നാളെ കെമിസ്ട്രി ഓണം എക്സാമാണ്. സോ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യത്തെ 4 ചാപ്റ്റേഴ്സിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ മിസ് ചെയ്യാതെ പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ഇത് യൂസ്ഫുൾ ആയോ എന്നുള്ളത് കമൻറ്റിലും കൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമുക്കിനി വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഡെറിവേഷൻസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ, നമ്മളുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലാണ് ഏറ്റവും കൂടുതൽ ഡെറിവേഷൻ വരുന്നത്. അതിൽ ആദ്യത്തെയാണ് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല, ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഡെറിവേഷൻ എല്ലാം ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം. സോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. സോ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തുന്നത്, അതുപോലെ തന്നെ അതിൽ നിന്ന് നമ്മളുടെ MB മോളിക്കുലാർ മാസിൻ്റെ ഇക്വേഷനിലേക്ക്, ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തുന്നതും ചോദിക്കാനായിട്ട് സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ്, അതിലും ഈ ഒരു 2 ഇക്വേഷൻ വരുന്നുണ്ട്. അതുപോലെ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻറ്റിലും ഈ 2 ഇക്വേഷൻസ് ഉണ്ട്. പിന്നെ നോക്കേണ്ടതാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, ഓസ്മോട്ടിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഈ 2 ഇക്വേഷൻസും കൂടെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിലെ മെയിൻ ഡെറിവേഷൻസ്. ഓക്കെ, ഓൺലി ഡെറിവേഷൻ പാർട്ടാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ വരുന്നതാണ് നമ്മളുടെ തേർഡ് ചാപ്റ്ററിൽ സീറോ ഓർഡറിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ ഇതാ കണ്ടോ, K=R0-R/T എന്നുള്ള ഈ ഒരു സാധനം കണ്ടുപിടിക്കാനുള്ള ഈ ഡെറിവേഷൻ നിങ്ങൾ കൃത്യമായിട്ടും എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ ഫസ്റ്റ് ഓർഡറിൻ്റെയും കാണാനായിട്ട് പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് ഓർഡറിൻ്റെയും കെയുടെ വാല്യൂ, റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അതുപോലെ ഹാഫ് ലൈഫ്, ഇത് തേർഡ് ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സിലാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ വേറെ എന്തും കൂടെ അറിഞ്ഞിരിക്കണം, ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അതായത് T½ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടില്ലേ, അതും സീറോ ഓർഡറിൻ്റെയും അതുപോലെ തന്നെ എന്തിനേയും കൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം, ഫസ്റ്റ് ഓർഡറിൻ്റെയും കൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സൊല്യൂഷൻ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഹോമോജീനിയസ് മിക്സഡ് ഓഫ് 2 or more കോമ്പണൻസ്, അങ്ങനെയുള്ള ആ ഒരു സംഭവമില്ലേ, അത് അറിഞ്ഞിരിക്കണം. പിന്നെ എന്തൊക്കെ ടൈപ്സ് ഓഫ് സൊല്യൂഷൻ, അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 9 എണ്ണം വരുന്നുണ്ട് എന്നുള്ളത്. അതായത് സോൾവെൻറ്റും സൊല്യൂട്ടും ഒക്കെ, ഗ്യാസ് ലിക്വിഡ്, ലിക്വിഡ് ഗ്യാസ്, സോളിഡ് ലിക്വിഡ്, അങ്ങനത്തെ തരത്തിൽ വരുന്നതില്ലേ, ആ ഒരു സംഭവമാണ്. അപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് എല്ലാം പാടെയല്ല, പക്ഷെ അതിന് എക്സാമ്പിൾസ് ചോദിക്കാം. അപ്പോൾ അതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ ഉള്ളതാണ് ഫസ്റ്റ് വൺ, മാസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ. എന്താണോ തന്നിട്ടുള്ളത് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത്. വോളിയം പെർസെൻറ്റേജ് കാണാനും എന്താണോ തന്നത് ഗിവൺ വോളിയം ബൈ ടോട്ടൽ വോളിയം ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത്. പിന്നെ ഇതാണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് കേട്ടോ. അപ്പോൾ എന്താണ്, മാസ് ഓഫ് സൊല്യൂട്ട്, തന്നിട്ടുള്ള മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഇൻറ്റു എന്താ ചെയ്യേണ്ടത്, 100 ആണ് ചെയ്യേണ്ടത്. പാർട്സ് പെർ മില്യൺ ആണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ മാസ് പെർസെൻറ്റേജ് കാണാം, അല്ലെങ്കിൽ വോളിയം പെർസെൻറ്റേജ് കാണാം, അല്ലെങ്കിൽ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് കാണാം. ഈ 3 ഏതെങ്കിലും കണ്ടതിന് ശേഷം ഇൻറ്റു 10⁶ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതായിരിക്കും, പാർട്സ് പെർ മില്യൺ കിട്ടുന്നതായിരിക്കും. ഇനി ഇതെന്താണെന്ന് നോക്കിയാൽ മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ A കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് മോൾസ് ഓഫ് A ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് A പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് B. ഇതേപോലെ തന്നെയാണ് B വരുമ്പോൾ ഇവിടെയും B ആവുന്നു മാത്രം, Aക്ക് പകരം. പിന്നെ വേറെ ഒരെണ്ണം കൂടെ അറിഞ്ഞിരിക്കണം, മോൾ ഫ്രാക്ഷൻ ഓഫ് A പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് B എന്ന് പറയുന്നത് 1 ആണ് എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കണം. പിന്നെ നോക്കേണ്ടതാണ് മൊളാരിറ്റിയും മൊളാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസസ്. മൊളാരിറ്റി എന്ന് പറയുമ്പോഴേക്കും ഇതാണ് ഫോർമുല വരുന്നത്, അവിടെ 1000 ബൈ വോളിയം ആണ് വരുന്നത്. മൊളാലിറ്റിയിലാകുമ്പോൾ ഇവിടെ ഗ്രാം അല്ലെങ്കിൽ കിലോഗ്രാം ഓഫ് അല്ലെങ്കിൽ ഗ്രാം ഓഫ് സോൾവെൻ്റ് ആണ് വരുന്നത്. ഓക്കെ, മൊളാരിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്, വേറാസ് മൊളാലിറ്റി ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്. അതാണ് ഒരു മേജർ ഡിഫറൻസ് ഇത് തമ്മിൽ വരുന്നത്. പിന്നെ നിങ്ങൾ സൊല്യൂബിലിറ്റി എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം, ഡിഫൈൻ ചെയ്യാൻ. പിന്നെ മെയിനായിട്ട് അറിയേണ്ടതാണ് ഹെൻറീസ് ലോ. എന്താണ് ഹെൻറീസ് ലോ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. അത് പാർഷ്യൽ വേപ്പർ പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇല്ല, അത് അറിഞ്ഞിരിക്കണം. അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇപ്പം കൂൾ ഡ്രിങ്ക്സിലൊക്കെ നമ്മൾ കാർബൺ യൂസ് ചെയ്തിട്ട് ഹൈ പ്രഷറിലാണ് നമ്മളത് സീൽ ചെയ്യുന്നത്, ബോട്ടിൽ ക്യാപ്സ് എല്ലാം, അത് പറയാം. അതുപോലെ തന്നെ ബെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി സ്ക്യൂബ ഡൈവേഴ്സ് എയർ ഡൈല്യൂട്ടഡ് വിത്ത് ഹീലിയമാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് പറയാം. പിന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന അനോക്സിയയുടെ ആ ഒരു കണ്ടീഷൻ ഹൈ ആൾട്ടിറ്റ്യൂഡിലെ, അതെല്ലാം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഇക്വേഷൻ P = KHX.
ഇത് KH എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹെൻറീസ് ലോ കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. പിന്നെ റോൾസ് ലോ അറിഞ്ഞിരിക്കണം. റോൾസ് ലോ നമുക്കറിയാം. റോൾസ് ലോ ഒബേ ചെയ്യുന്നതിനെ നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസ് എന്നും ഒബേ ചെയ്യാത്തതിനെ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്നാണ് വിളിക്കുക കേട്ടോ. ഒരു ഐഡിയൽ സൊല്യൂഷൻ ആവാനുള്ളതിൻ്റെ കണ്ടീഷൻസാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. H മിക്സ് 0 ആവണം, V മിക്സ് 0 ആവണം, P = V0 ആവണം. ഇതാണ് ഗ്രാഫ് വരിക. വെറുതെ നമ്മളിങ്ങനെ വരയ്ക്കുക. ഇതൊരു സാമ്പിളാണ് കേട്ടോ. ഇങ്ങനെയൊന്നും വരച്ച് വെക്കരുത് എക്സാമിന്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ ബെൻസീൻ ആൻഡ് ടോളുവീൻ. എല്ലാത്തിൻ്റെയും എക്സാമ്പിൾസ് പഠിച്ച് വെക്കുക കേട്ടോ. എക്സാമ്പിൾസ് ഒന്നിൻ്റെയും വിടരുത്. ഇനി നോൺ ഐഡിയൽ ആകുമ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻ എന്നുള്ളത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് ആകുമ്പോഴുള്ള കണ്ടീഷൻ, നെഗറ്റീവ് ആകുമ്പോഴുള്ള കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗ്രാഫും ഒരു ചെറിയൊരു റെപ്രസെൻറ്റേഷൻ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾസ് ഇതാണ്ടല്ലോ. പോസിറ്റീവ് ഡീവിയേഷന് വരുന്നത് എത്തനോൾ ആൻഡ് വാട്ടർ, എത്തനോൾ ആൻഡ് അസറ്റോൺ ആണ് എക്സാമ്പിൾ. ഞാൻ ഏറ്റവും ചെറിയ സിമ്പിൾ എക്സാമ്പിൾസാണ് കൊടുത്തിട്ടുള്ളത്. നെഗറ്റീവ് ഡീവിയേഷൻ ആകുമ്പോൾ ക്ലോറോഫോം ആൻഡ് അസറ്റോൺ ആണ് നമുക്ക് എന്ത് വരുന്നത്, എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെയിം ഡെറിവേഷനാണ്. പിന്നെ അസിയോട്രോപ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പോസിറ്റീവ് ഡീവിയേഷനിൽ നമുക്ക് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും നെഗറ്റീവ് ഡീവിയേഷനിൽ നമുക്ക് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സുമാണ് ഉള്ളത്. പിന്നെ നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഈ 4 എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ ഡെറിവേഷൻസും അറിഞ്ഞിരിക്കണം. സോ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു 18 മിനിറ്റ്സ് കൊണ്ട് ഒരു 25 മിനിറ്റ്സ് കൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ ഹോൾ ചാപ്റ്റേഴ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ചാപ്റ്റർ. സോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പോയി കാണാം. നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രിയിൽ വരുന്ന മെയിനായിട്ടുള്ള സംഭവങ്ങൾ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുള്ളത് ഏതൊക്കെ മാർക്കിന് ഏതൊക്കെ കൊല്ലങ്ങളിൽ ഏതൊക്കെ മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഏറ്റവും കൂടുതൽ മാർക്കൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഡാനിയൽ സെല്ല്, നേൺസ്റ്റ് ഇക്വേഷനൊക്കെയാണ്. സോ അതൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. സോ ഡാനിയൽ സെല്ലിന് വേണ്ടിയിട്ടുള്ള നേൺസ്റ്റ് ഇക്വേഷൻ പഠിക്കണം. അതുപോലെ തന്നെ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽസ് തമ്മിലുള്ള ഡിഫറൻസസ് അത് ചോദിക്കാം. പിന്നെ ഗാൽവാനിക് സെൽ എന്താണെന്ന് ചോദിക്കാം. പിന്നെ നമ്മുടെ ഫ്യൂവൽ സെല്ല് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അത് പൊല്യൂഷൻ ഫ്രീ ആണ്, എഫിഷ്യൻ്റ് ആണ്, ലോങ് ലൈഫ് ഉണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് വരുന്നത്. പിന്നെ റിയാക്ഷൻസ് ഇൻ H2O2 ഫ്യൂവൽ സെല്ല് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ ഡയഗ്രാം വരയ്ക്കാനും അതിൻ്റെ റിയാക്ഷൻസും എല്ലാം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, പഠിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ EMF കാൽക്കുലേറ്റ് ചെയ്യാൻ മേ ബി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ ഡാനിയൽ സെല്ലില്ലേ, സെഡനും സിയും കൂടെ ഉള്ളത്, അതിൽ 1.1 വോൾട്ടാണ് നമുക്ക് കിട്ടേണ്ടത് ആ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ. അതിൻ്റെ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഉണ്ടാവാം. അതുപോലെ തന്നെ മോളാർ കണ്ടക്ടിവിറ്റിയും നോർമൽ കണ്ടക്ടിവിറ്റിയും എന്താണ്, അതൊക്കെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കോൾറാഷസ് ലോ അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ റെസിസ്റ്റൻസും കണ്ടക്റ്റൻസും തമ്മിലുള്ള റിലേഷൻ എന്താണ്, റെസിസ്റ്റൻസിൻ്റെ നേരെ എന്താണ്, റെസിപ്രോക്കലാണ് കണ്ടക്റ്റൻസ്, അത് അറിയണം കേട്ടോ. ഫ്യൂവൽ സെൽസ് പിന്നെയും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ഇത് ഞാനൊരു ഡെമോയ്ക്ക് കൊടുത്തു എന്നേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസസ് എന്തുണ്ടാവും, നമ്മളോട് ചോദിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസസ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ കോൾറാഷസ് ലോ ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു മോളാർ കണ്ടക്ടിവിറ്റി, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇന്ന് വരാൻ സാധ്യതയുള്ളത്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി, അതിൽ ആനോഡും കാഥോഡും എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ റിയാക്ഷൻസ് ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. പിന്നെ ഉള്ളതാണ് ഈ ഒരു തരത്തിലുള്ള ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ തരത്തിലുള്ള പ്രോബ്ലംസൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ച് തന്നെ പോവുക നാളത്തെ എക്സാമിന്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ ഈ ഒരു മോളാർ കണ്ടക്ടിവിറ്റീൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കാം. പിന്നെ കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള 2 മെത്തേഡ്സ്, എന്താണ് കൊറോഷൻ, പിന്നെ ഇലക്ട്രോ കെമിക്കൽ തിയറി എന്താണ്, ലെഡ് സ്റ്റോറേജ് ബാറ്ററി, ഗിബ്സ് എനർജി ഓഫ് ഗാൽവാനിക് സെൽ. അത് അത്യാവശ്യം കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സോ എന്തായാലും പഠിച്ചിട്ട് തന്നെ പോവാം. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള ഒരുവിധം പെട്ട സെൽസിൻ്റെ എല്ലാം ഇക്വേഷൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. H2O2 ഫ്യൂവൽ സെൽസ്, ഡ്രൈ സെല്ല്, മെർക്കുറി സെല്ല്, അതുപോലെ തന്നെ ലെഡ് സ്റ്റോറേജ് ബാറ്ററി എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. പിന്നെ ചോദിക്കാവുന്നതാണ് നമ്മുടെ D ആൻഡ് F ബ്ലോക്ക് എലമെൻറ്റ്സ്. അതിൽ 3rd സീരീസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ഇതാ കണ്ടില്ലേ, ഈ ഒരു സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, ഫെറസ്, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഇത്രയും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഇതൊക്കെ ഞാൻ വെറുതെ എഴുതിയെന്നേ ഉള്ളൂ, ഇതെല്ലാം കാണാപ്പാഠം പഠിക്കേണ്ട. പിന്നെ ആ ഒരു ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുക. എന്തൊക്കെയാണ് D ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്നുള്ളത് പഠിക്കാം. മെറ്റാലിക് പ്രോപ്പർട്ടി ഉണ്ട്, മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ് ഹൈ ആണ്. പിന്നെ എന്താണ് വരുന്നത്, അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയൈൻ്റെ കാര്യത്തിൽ വരുന്നുണ്ട്, അയോണൈസേഷൻ എൻതാൽപ്പി വരുന്നുണ്ട്. അതുപോലെ നമുക്ക് വരുന്ന വേറെ ഒരു പ്രോപ്പർട്ടിയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പലതരത്തിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആർക്ക് കാണിക്കാൻ പറ്റും, D ബ്ലോക്ക് എലമെൻറ്റിന് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ വരുന്നതാണ്
സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ടിവിറ്റി, E0 വാല്യൂസ്, ട്രെൻഡ്സ് ഇൻ സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഫോർമേഷൻ ഓഫ് കളേർഡ് അയോൺസ്, ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് അയോൺസ്, കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസ്, ഫോർമേഷൻ ഓഫ് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സ് ആൻഡ് ഫോർമേഷൻ ഓഫ് അലോയ്സ്. 14 പ്രോപ്പർട്ടീസോളം നമുക്കുണ്ട്. സോ ഇതെല്ലാം പഠിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളൊരു 10 എണ്ണമെങ്കിലും മാക്സിമം നിങ്ങൾ പഠിച്ചു വെക്കുക. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ ഇതൊന്നല്ലാണ്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞതല്ലാണ്ട് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഓക്കെ, പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ് നിങ്ങളത് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇക്വേഷൻ, ഈ ഒരു സംഭവം നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമ്മുടെ 4th ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്. അതുപോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റും നമ്മളോട് ചോദിക്കാനായിട്ട് സാധ്യതയുള്ളതാണ് കേട്ടോ. ഇനി നമ്മുടെ 3rd ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് എന്തൊക്കെ ചോദിക്കാമെന്ന് വെച്ചാൽ റേറ്റ് ലോ എന്താണെന്നുള്ളത് ചോദിക്കാം. ഓക്കെ, റേറ്റ് ലോ എന്താണെന്നുള്ളത് ചോദിക്കാം. ആവറേജ് റേറ്റും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് ചോദിക്കാവുന്നതാണ്. സോ അത് പഠിച്ചിട്ടുണ്ടാവണം നിങ്ങൾ. അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് ഫാക്ടേഴ്സ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് അത് ചോദിക്കാം. എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള ഫാക്ടേഴ്സ് റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത്? കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ കാറ്റലിസ്റ്റ്, പ്രഷർ എന്നിവയൊക്കെയാണ്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാം. പിന്നെ ഞാൻ അതിൽ തുടക്കം പറഞ്ഞ മെയിനായിട്ടുള്ള ഡെറിവേഷൻസ് ചോദിക്കുന്നുണ്ടാവും. പിന്നെ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അറീനിയസ് ഇക്വേഷൻ വെച്ചിട്ടാണ്, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ലാസ്റ്റായിട്ട് എലമെൻ്ററി കോമ്പൗണ്ട്സും കോംപ്ലക്സ് കോമ്പൗണ്ട്സും അല്ലെങ്കിൽ എലമെൻ്ററി റിയാക്ഷൻ അല്ലെങ്കിൽ കോംപ്ലക്സ് റിയാക്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഒരൊറ്റ സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ആവുന്നതാണ് എലമെൻ്ററി റിയാക്ഷൻസ്. പിന്നെ കൂടുതൽ സ്റ്റെപ്സ്, 2ഓ അതിലധികമോ സ്റ്റെപ്സ് വരുന്നതാണ് നമ്മളുടെ കോംപ്ലക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ബി കോൺഫിഡൻറ്റ് ആൻഡ് ഡു യുവർ ബെസ്റ്റ്. ബൈ ബൈ.